കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ചിറ്റൂർ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജനപ്രതിനിധികൾക്കും സമൂഹത്തിലെ സാധാരണക്കാരായ കുടുംബശ്രീ പ്രവർത്തകർക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കുമായാണ് നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികളിൽ നിയമബോധവും പൊതുജനങ്ങളിൽ അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധവും വർദ്ധിപ്പിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ജയപ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾക്കും സമൂഹത്തിലെ സാധാരണക്കാർക്കും നിയമപരമായ അറിവുകൾ ലഭ്യമാകേണ്ടത് അത്യാവശ്യമാണെന്നും നിയമസഹായ സംവിധാനങ്ങളെക്കുറിച്ച് കൂടുതൽ പേർ അറിയേണ്ടതുണ്ടെന്നും അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വിവിധ സാമൂഹിക സാഹചര്യങ്ങളിൽ നിയമബോധം അനിവാര്യമാണെന്നും ഇത്തരം ക്ലാസുകൾ പൊതുജനങ്ങൾക്കേറെ പ്രയോജനകരമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് വിശ്വേശ്വരൻ ക്ലാസ് അവതരിപ്പിച്ചു. പൊതുജനങ്ങൾ നേരിടുന്ന വിവിധ നിയമപ്രശ്നങ്ങൾ, സൗജന്യ നിയമസഹായം ലഭ്യമാകുന്ന മാർഗങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും ലഭ്യമായ നിയമപരമായ സംരക്ഷണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം വിശദീകരണം നൽകി. അതിനെ പറ്റിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് പറ്റിക്കപ്പെടുന്നവരാണ്. നമ്മൾ വിജിലന്റ് അല്ല എന്ന് പറഞ്ഞാൽ കാരണം ഇന്നത്തെ കാലഘട്ടം എനിക്ക് അറിയില്ല എന്ന് പറയുന്ന ഒരു കാലമല്ല. നമ്മൾ മൊബൈൽ തുറന്നാൽ ലോകം മുഴുവൻ നമ്മുടെ കയ്യിലുണ്ട്. ഡെയിലി നമുക്ക് 1, 10, 15, 20 ന്യൂസ് ചാനലുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഭാഷയ്ക്ക് പലതും പൊട്ടത്തരാണ് വിളിച്ച് പറയുന്നതെങ്കിലും നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും. എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്കിപ്പോഴും ഞാൻ TV ആൻറ്റന തിരിച്ച് TV കണ്ടു തുടങ്ങിയ വ്യക്തിയാണ്. അന്നൊരു ന്യൂസ് കാണാനുള്ളതായ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നങ്ങനെയല്ല. നടന്നുകൊണ്ടും നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും എങ്ങനെ വാങ്ങിയ ന്യൂസ് കാണാം. ആ കാലഘട്ടം മാറിയിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മളെ വളർത്താൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനില്ല. വീണ്ടും ഈ ക്രൈമുകൾ ഉണ്ടായിക്കൊണ്ടെങ്കിൽ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ നീതിബോധം ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മാലതി കൃഷ്ണൻ, കെ ബിന്ദു, എ സുനിതാഭായ്, താലൂക്ക് തല കോർഡിനേറ്റർ ആർ ആഷിഖ് എന്നിവർ ആശംസകൾ അറിയിച്ചു. GEOC രഞ്ജിത്ത് സ്വാഗതവും അരുൺ നന്ദിയും രേഖപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.